എസ് വേൾഡ് സവിത ക്രിയേഷൻസിൻ്റെ ഓണനിലാവ് എന്ന ചെറുകഥയിലേക്ക് സ്വാഗതം. ഒരു ഓർമ്മക്കുറിപ്പാണ്. 90 കാലഘട്ടങ്ങളിലെ ഒരു ഓർമ്മക്കുറിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ എൻ്റെ ഓണം. അങ്ങ് ദൂരെ ഒരു കുന്നിൻപുറത്തുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തെ മനോഹരിയാക്കുന്നത് വയലുകളും തെങ്ങിൻ തോപ്പുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും ഒക്കെ ചേർന്ന് ആതുര സേവന കേന്ദ്രങ്ങളും ഒക്കെയുള്ള ഒരു കൊച്ചു ഗ്രാമം. നാടിനെ തൊട്ടുണർത്തുന്ന പ്രഭാത ഗീതങ്ങളും പക്ഷിമൃഗാദികളുടെ കളകളാരവും. അതിരാവിലെ നല്ല തണുത്ത പ്രഭാതത്തിൽ പശുവിനെയും കൊണ്ടുപോകുന്ന ക്ഷീരകർഷകർ, വയലുകളിലേക്ക് പോകാൻ ധൃതി കൂട്ടുന്ന അമ്മമാർ, സ്കൂളിലേക്ക് പോകാൻ ധൃതിയാകുന്ന കുട്ടികൾ. ഇങ്ങനെ പോകുന്നു ഗ്രാമക്കാഴ്ചകൾ. ഒരു പ്രഭാത കാഴ്ചയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ ഓണം. വളരെ ശാന്തമായ ആകാശ കാഴ്ച. മണ്ണും പെണ്ണും കള്ളും ധനവും സൗന്ദര്യവും ഒന്നും തന്നെ വേണ്ട എങ്കിൽ എത്ര സുന്ദരമാണ് ഈ പ്രകൃതി. ടാറിങ് ഇല്ലാത്ത നാടൻ വഴിവീഥികളിൽ ചെറു പഴങ്ങൾ പറിച്ചും നാട്ടുവിശേഷങ്ങൾ പറഞ്ഞും സശ്രദ്ധ കാലം. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുന്ന കാലം. എന്നാൽ അന്നും ഇന്നും അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടവും ആ കൂട്ടത്തിൽ തന്നെയുണ്ട്. പക്ഷേ മദ്യപാനമില്ലാത്ത വളരെ സാധാരണമായ ചായക്കടയിലെ വിയർപ്പിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരു വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അഗ്നിസാക്ഷിയായി മാംഗല്യം, അതിലൊരു പൊന്മകൾ, കാലം നൽകിയ വരദാനം, അതിനെ നോക്കാനായി ഓടുന്ന മാതാപിതാക്കൾ, കുടുംബം മറ്റൊരാൾക്ക് മുൻപിൽ അടിയറവ് വയ്ക്കാൻ പറ്റാത്ത ഗൃഹനാഥൻ, താളപ്പിഴകൾ, എല്ലാ ശരീരങ്ങളെയും അസുഖബാധിതരാക്കി, കൃത്യമായ ഭക്ഷണം, അതില്ലാതെ ജീവിതം ഒരു ആടുജീവിതം പോലെ. പക്ഷേ ഓണം എത്തിയാൽ ഈ വീട്ടിൽ സന്തോഷമല തെല്ലുന്നു, സമാധാനം നിറയ്ക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. കറണ്ട് ഇല്ലാത്തതിനാൽ ഉത്രാട നിലാവിനെ ആവോളം ആസ്വദിക്കാൻ പറ്റുന്നു. ചിലപ്പോൾ തോന്നുന്നു, ഈ ഓണനിലാവ് മായാതെ ഇരുന്നെങ്കിൽ നീ എത്ര സുന്ദരിയാണ്. അത് ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ്. വലിയ സമ്പന്നരും തറവാടികളും നിറഞ്ഞ ഗ്രാമത്തിൽ ജാതി എത്ര ഉന്നതിയിലാണ് എങ്കിലും പണവും കുടുംബ മഹിമയും സൗന്ദര്യവും ഇല്ലാമെങ്കിൽ ആ സന്തുഷ്ട കുടുംബത്തെ കണ്ണീരിലാക്കാൻ കുറേ ഭ്രാന്തന്മാരും ഭ്രാന്തികളും ഉണ്ടാകും. പക്ഷേ അതൊന്നും തളർത്താതെ മുൻപോട്ട് അവരെ കൊണ്ടുപോകാൻ ഒരു ശക്തി ആ ഗൃഹനാഥയ്ക്കുണ്ടാകും. അതാണ് ആ ഗൃഹത്തിൻ്റെ കരുത്ത്. ഭർത്താവിനെയും മക്കളെയും കൊച്ചുമക്കളെയും ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു സ്ത്രീ. അവിടെ ഓണം വന്നാൽ പുരയ്ക്കകവും പുറവും തളിക്കാൻ കയ്യാലെ അരുവിലെ നല്ല ചിതൽമണ്ണെടുത്ത് അതിൽ ബാറ്ററിയോ ചിരട്ടക്കരിയോ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് ഒരു പരുവപ്പെടുത്തിയെടുക്കുന്നു. രാത്രി അത്താഴം കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം പാതകവും അടുക്കളയും തളിച്ചിടുന്നു. പിന്നീട് പകൽ ഓരോ മുറികളും ഭിത്തികളും നന്നായി തേച്ച് മിനുക്കിയെടുക്കുന്നു. ഇതിനു മുൻപായി തെങ്ങോല പടിഞ്ഞാറൻ നാടുകളിൽ നിന്നും കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് കുളത്തിൽ പുളിപ്പിക്കാൻ കെട്ടുകളാക്കിയിടുന്നു. പിന്നീട് ഓലമടയാൻ വീട്ടിൽ ആളുകൾ എത്തുന്നു. പിന്നീട് മേച്ചിലാണ്. നല്ല ഇലയപ്പം തലേ ദിവസം വൈകുന്നേരം തന്നെ ഉണ്ടാക്കി വെക്കുന്നു. വലിയ കലത്തിൽ കമ്പുകൾ നിരത്തി വെച്ച് വട്ടയിലയിൽ തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും ഏലക്കയും ചേർത്ത് നല്ല ചൂടിലയപ്പം. ഇന്നും വായിൽ വെള്ളം വരുന്നു. ആ രുചിയൊന്നും വേറെ തന്നെ. എത്ര ഉണ്ടാക്കിയാലും പിന്നീട് അതിൻ്റെ രുചി കിട്ടുന്നില്ല. അതാണ് അമ്മയുടെ പുണ്യം. മേച്ചിലും തളിയും കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകലായി. അപ്പോഴേക്കും അത്തമുതിക്കും. പിന്നെയോ അത്തപ്പൂക്കളിടിൽ. കുട്ടിക്കുരുന്നുകളുടെ ഒരു ഉത്സവം തന്നെയാണ്. ഓരോ ദിവസവും ഓരോ കളർ. ഇന്നത്തെ പോലെ കടകളിൽ നിന്നും പൂക്കൾ വാങ്ങുവാനോ പൂക്കൾ എവിടെ കിട്ടുമെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കുട്ടിക്കാലം. പൂക്കൾ കിട്ടുമോയെന്ന് പോലും അറിവില്ലാത്ത കാലത്ത് കനാലിൻ്റെ സൈഡിൽ നിന്നും ബോൾസവും മറ്റ് പേരറിയാൻ പാടില്ലാത്ത പലതരം പൂക്കളും അങ്ങനെ മറ്റും പറിച്ച് അത്തപ്പൂക്കളം. ആ അത്തപ്പൂക്കളത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഓണസാധനങ്ങൾ വാങ്ങാനുള്ള ഒരുക്കങ്ങളാണ്. അതിനുവേണ്ടി എഴുതുമ്പോൾ ആദ്യം തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ ഓർമ്മപ്പെടുത്തുന്നു, ഉപ്പ് ആദ്യം എഴുതണേ, പിന്നീടാണ് ബാക്കി ഓരോന്നും എഴുതേണ്ടത്. അച്ഛൻ്റെ വക ഓർമ്മപ്പെടുത്തൽ. ആദ്യം തന്നെ ഉപ്പ് എഴുതണേ മോളെ. കൂട്ടത്തിൽ ഇളയ മകന് ഒരു ജോഡി ഉടുപ്പും
വലിയ ആൾക്ക് വളയും മാലയും. എത്ര സുന്ദരമായ കാഴ്ചകൾ! കള്ളവുമില്ല, പുലിയുമില്ല, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പിന്നീട് സദ്യവട്ടമൊരുക്കൽ. അതിനായി മൺകലം പുതിയത് വാങ്ങി മയക്കി വെച്ചിട്ടുള്ളതിനാൽ നല്ല സാമ്പാറും നല്ല പച്ചടിയും. ഉത്രാട രാത്രിയിൽ തന്നെ പച്ചടി തയ്യാറാക്കി ഉറിയിൽ സൂക്ഷിക്കുന്നു. ഉത്രാടപ്പാച്ചിലൊന്ന് വേറെ തന്നെയാണ്. ഉച്ചയൂണ് കഴിഞ്ഞാൽ വീടും പരിസരവും തൂത്ത് ചാണകവെള്ളം കുടഞ്ഞ് തുണികൾ കഴുകി കുളി കഴിഞ്ഞ് തറയൊരുക്കി അത്തപ്പൂക്കളമിട്ട് വാഴപ്പിണ്ടി മുട്ടിക്കൽ കൊണ്ടുവന്ന് വിളക്ക് തെളിയിക്കൽ. റോഡിലേക്ക് ഇറങ്ങിയാൽ വഴിയോരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴിദീപങ്ങൾ, ക്ലബ്ബുകളിൽ നിന്നും കേൾക്കുന്ന ഓണപ്പാട്ടുകൾ, ഇതിനിടയിൽ വെടിയൊച്ചകളും ആർപ്പുവിളികളും ഓണക്കുട്ടിക്കളികളും പുലിക്കളിയും. അങ്ങനെ ഓണാഘോഷ രാവ് വന്നെത്തി. അമ്മമാർ അടുക്കളയിലെ താളമേളങ്ങളിൽ മുഴുകുന്നു. മുറ്റത്തിട്ട് ആട്ടുകല്ലിൽ അരി ഉഴുന്നും. തിരുവോണപ്പുലരിയിലേക്കുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കൽ. ഒരു സൈഡിൽ ഇഞ്ചിയും മാങ്ങയും നാരങ്ങയും അങ്ങനെ പലതരം കറികളുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. കുട്ടികളോ അത്തപ്പൂക്കളത്തിന് ചുറ്റും പലതരം കളികളിൽ ഏർപ്പെടുന്നു. അപ്പോഴും മുറ്റത്ത് നല്ല ഓണനിലാവുണ്ടായിരിക്കും. ശർക്കര വരട്ടിയും അതുപോലെ തന്നെ ഉപ്പേരിയും, പലതരം ഉപ്പേരി വകകളും ശർക്കര വരട്ടിയും അങ്ങനെ കുട്ടികളുടെ ചുറ്റും നിറഞ്ഞിരിക്കും. പ്രായമുള്ള അമ്മൂമ്മമാർ മുത്തശ്ശിക്കഥകൾ പറഞ്ഞ് അവരുടെ ചുറ്റുമുണ്ടാകും. എന്നാൽ ഓണനിലാവിൻ്റെ തൂവെളിച്ചത്തിൽ മുറ്റം നല്ല വെളിച്ചം പോലെ തിളങ്ങി നിൽക്കുന്നു. ഉത്രാട പൂനിലാവ്, അതിൻ്റെ തൂവെളിച്ചം മുറ്റമാകെ പ്രകാശം പരത്തി നിൽക്കുന്നു. ചുറ്റും രാപ്പൂക്കളുടെയും മറ്റും നറുമണവും ഇളം കുളിർമയേകിയ തണുത്ത കാറ്റും.